ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെസിപ്പി കണ്ടു നോക്കാം. അതും പൂ പോലൊരു ബിസ്ക്കറ്റ്. ഇനി ഇതൊരു ഈസി റെസിപ്പി കൂടിയാണ്. നമ്മുടെ കൈവശം ഒരു മിക്സി മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി കണ്ടു നോക്കാം. ചോക്ലേറ്റ് ചിപ്സ് ആണ് ആദ്യം തന്നെ എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 60 ഗ്രാം. ഇനി ഒരു 100 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി എടുത്തിരിക്കുന്നത് 330 ഗ്രാം ആണ്, ഏകദേശം 2 കപ്പ്. ഇനി ഒരു പകുതി ഓറഞ്ചിൻ്റെ നീര് കൂടിയാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം 4 ടീസ്പൂൺ. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഷുഗർ എടുത്തിരിക്കുന്നത് 80 ഗ്രാമാണ്. ഇനി ഇതിലേക്കായി നോർമൽ ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടി എടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡർ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റിൻ്റെ ആണ്, ഏകദേശം 7 ഗ്രാം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട, തരിതരിയായിട്ടുള്ള ഷുഗർ, കൂടെ തന്നെ എടുത്തു വച്ചിരുന്ന ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തിരിക്കുന്ന ബട്ടർ എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ് നല്ലത്. ബട്ടർ വലിയ കഷ്ണങ്ങളായിരുന്നുകൊണ്ട് ഞാൻ ഫോർക്ക് കൊണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാട്ടോ ഇതിൻ്റെ ബാറ്റർ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിരിക്കുന്ന മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലൊരു ക്രീം പരുവം. ഇനി അടിച്ചെടുത്തിരിക്കുന്ന ബാറ്ററിനെ ഞാനൊരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുവാണ്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഈ ബാറ്ററുമായിട്ട് ബേക്കിംഗ് പൗഡർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് യോജിച്ച ശേഷം ഇതിലേക്ക് മൈദപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ റെഡിയാക്കുന്ന പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് ഇളക്കുന്ന സമയത്ത് ഇതിലേക്ക് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അവസാനത്തെ സെറ്റ് ചോക്ലേറ്റും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. ഇത് ഏകദേശം ഒരു 2 കപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബിസ്ക്കറ്റിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഇതുപോലെ അകം കുഴിഞ്ഞിരിക്കുന്ന 2 സ്പൂൺ എടുക്കാം. ഇനി ഈ സ്പൂൺ കൊണ്ട് ഓരോ സ്പൂൺ വീതം ബിസ്ക്കറ്റ് ബാറ്റർ നമുക്ക് ഈ കോൺഫ്ലെക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലെക്സ് കൊണ്ട് നല്ലൊരു കോട്ടിങ് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പൂ പോലെ ഇരിക്കും കേട്ടോ, നല്ലൊരു റോസാപ്പൂ പോലെ. ഇനി ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടാട്ടോ വരുന്നത്. അകത്ത് ഈ ചോക്ലേറ്റ് ചിപ്സും കൂടെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈയും കൂടിയാണേ. ഇനി ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായി നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ട്രേയിൽ ഞാൻ ഒരുമിച്ച് 16 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്, 150 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തത്. ഇനി അതൊരു 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി വരും. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റ് 1 മാസം വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ.